ബ്രെയിൻ ഈറ്റിംഗ് അമീബ അല്ലെങ്കിൽ നിഗ്ലറിയ ഫൗളറി. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മൂക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശ്വാസം എടുക്കാനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മൂക്കിലൂടെ വളരെ റെയറായിട്ട് വെള്ളം കയറാറുണ്ട്. നമ്മളിപ്പോൾ കായൽ നീന്താൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാറുണ്ട്. അപ്പോൾ മൂക്കിലൂടെ വെള്ളം കയറുന്ന സമയത്ത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണെങ്കിൽ അതായത് നിഗ്ലറിയ ഫൗളറി എന്ന് പറഞ്ഞാൽ അമീബ ഉള്ള വെള്ളമാണെങ്കിൽ ദർ ഇസ് എ റെയർ ചാൻസ്, ഇത് വളരെ റെയർ ചാൻസ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ നിഗ്ലറിയ ഫൗളറി നമ്മുടെ മൂക്കിലൂടെ തലച്ചോറിലേക്ക് എത്താം. അപ്പോൾ ഇത് മൂക്കിലൂടെ തലച്ചോറിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൂക്കിനും തലച്ചോറിനിടയായിട്ട് ഒരു ബോണുണ്ട്, ഒരു ലിറ്റിൽ ഫിംഗറിൻ്റെ സൈസിലുള്ള ഒരു ബോണുണ്ട്, എന്താ പറയുക, ക്രിബ്രിഫോം പ്ലേറ്റ്. ഈ ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറഞ്ഞ ബോണ് അത്യാവശ്യം പോറസാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ ഓട്ടകളിലൂടെ, അപ്പോൾ നമ്മൾ ഈ ശ്വസിക്കുന്ന നമ്മുടെ മൂക്കിലൂടെ നമുക്ക് മണം കിട്ടുന്നത് ഓൾഫാക്ടറി നെർവ് വഴിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓൾഫാക്ടറി നെർവ് വഴി ഈ നിഗ്ലറിയ ഫൗളറി റിവേഴ്സ് ഡയറക്ഷനിൽ ക്രിബ്രിഫോം പ്ലേറ്റ് കടന്ന് തലച്ചോറിലെത്തുന്നു. അപ്പോൾ ഓൾഫാക്ടറി നെർവ് വഴിയാണ് നമ്മുടെ ഈ നിഗ്ലറിയ ഫൗളറി തലച്ചോറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ചെറിയൊരു ബോണാണ്, പോറസ് ബോണാണ്. അപ്പോൾ നമുക്ക് ഈ നെർവ്സ് വഴിയാണ് ഇവൻ അകത്തേക്ക് കയറുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ സ്മെല്ല് കിട്ടുന്ന നെർവ്, ഓൾഫാക്ടറി നെർവ് വഴിയാണ് ഇവൻ അകത്തേക്ക് കയറുന്നത്. റിവേഴ്സ് ഡയറക്ഷനാണ് ഇവൻ പോകുന്നത്, നിഗ്ലറിയ ഫൗളറി. അപ്പോൾ ഇവൻ ശരീരത്തിൽ എത്തുന്ന സമയത്ത് ഇവൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 15 days ആണ്. 2 to 15 days ആണ് ഇവൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇതിൻ്റെ സിംറ്റംസ് എന്താണുള്ളത്, എന്താണ് ലക്ഷണങ്ങൾ? നല്ല തലവേദന ഉണ്ടാവും, ഹൈ ഫീവർ, നല്ല പനി ഉണ്ടാവും, ഛർദിലുണ്ടാവും, പിന്നെ എന്താ പറയുക, ഫോട്ടോഫോബിയ, പാരലൈസിസ് ഓഫ് 3rd nerve, 4th nerve, 6th nerve, പല നെർവ്സിൻ്റെ പാരലൈസിസ് ഉണ്ടാവും. അതൊക്കെ വിടും. അപ്പോൾ ഈ അസുഖത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഗ്നോസിസ് ഇസ് വെരി പുവർ. അതായത് പേഷ്യൻറ്റ് ഒരാഴ്ചക്കുള്ളിൽ മരിക്കും. ഒന്നാമത് ഇത് റെയർ കേസാണ്. നമ്മളിത് പലതരം മസ്തിഷ്ക ജ്വരം വരുന്നു. അപ്പോൾ ഈ അമീബിക് മെനിഞ്ചെൻസെഫലൈറ്റിസ് എന്നുള്ള ഡയഗ്നോസിസിലേക്ക് എത്താൻ തന്നെ വളരെ പാടാണ്. അപ്പോൾ പേഷ്യൻറ്റിന് ഈ അസുഖം വരുന്ന സമയത്ത് ഒരു വിത്തിൻ 1 week ഡെത്ത് വരെ ഉണ്ടാവാറുണ്ട്. അപ്പം കേരളത്തിൽ ഇത് നമ്മൾ കൂടാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വി ആർ അവെയർ ഓഫ് ദ ഡിസീസ്. നമ്മൾ ഈ ഡിസീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ളതിനെക്കുറിച്ച് അവെയറാണ് കേരളത്തിൽ. പിന്നെ ഈ അമീബയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമീബ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അമീബ എവിടെ ഉണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ എക്കോസിസ്റ്റം. പിന്നെ 2 ഫോമുണ്ട്. ഒരു ട്രോഫോസൈറ്റ് ഫോം എന്ന് പറഞ്ഞാൽ അത് മൊബൈലായിട്ടുള്ള ഫോമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊരു ഫോമുണ്ട്, അത് സിസ്റ്റ് ഫോം. അത് അമീബയ്ക്ക് വളരാൻ ചാൻസ് ഇല്ലെങ്കിൽ അതിന് എൻവയോൺമെൻറ്റ് അതിന് സേഫായിട്ട് വളരാൻ ചാൻസ് ഇല്ലെങ്കിൽ സിസ്റ്റ് ഫോമായിട്ട് മാറും, ഒരു സീഡിൻ്റെ ഫോമായിട്ട് മാറും. അപ്പോൾ ചില സമയത്ത് കണ്ടാമിനേറ്റഡ് ഡസ്റ്റ് വഴി നമ്മൾ, വളരെ റെയർ ആയിട്ടുള്ള കേസിൽ കണ്ടാമിനേറ്റഡ് ഡസ്റ്റ് വഴി നമ്മൾ മൂക്കിലൂടെ ഇത് കയറാറുണ്ട്. സിസ്റ്റ് ഫോമിലാവാറുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജസ്റ്റ് ട്രോഫോസൈറ്റ് ഫോമിൽ മാത്രമല്ല, സിസ്റ്റ് ഫോമിലാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസിൽ നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ റെയറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്നോസിസ് വളരെ മോശമായിട്ടുള്ള പ്രോഗ്നോസിസ് ആണ്. പേഷ്യൻറ്റ് യൂഷ്വലി ഡൈസ് വിത്തിൻ വീക്ക്, 1-2 വീക്കിനുള്ളിൽ നമുക്കിത് മരണം വരെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഇത് സർവൈവ് ചെയ്താൽ പോലും ഈ ഫിറ്റ്സ്, സീഷർ, ചില കേസുകൾ, എക്സ്ട്രീം കേസസിൽ കോമ സ്റ്റേജ് വരെ പോകാറുണ്ട്. അപ്പോൾ ഇത് വളരെ റെയർ കേസാണ്. നമ്മളതിനെക്കുറിച്ച് അവെയറാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. വളരെ ഡേഞ്ചറസ് ഡിസീസാണ്, റെയറാണ്. ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് 95% ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂക്കിലൂടെ വെള്ളം പോകാതിരിക്കും, പിന്നെ മൂക്ക് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഉള്ള കാലത്ത് നമുക്ക് നീന്തുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ വി ഹാവ് ടു ബി അവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് ജസ്റ്റ് പറയാനുള്ളൊരു കാര്യം. താങ്ക് യു.